യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഗൂഗിൾ പ്ലേ ഗെയിംസുമായിട്ട് എങ്ങനെ നമ്മൾ ഈ ഫുട്ബോളിനെ ലിങ്ക് ചെയ്തെടുക്കുക എന്നുള്ളത്. വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലിങ്ക് ചെയ്യുന്ന ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും ലിങ്ക്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊനാമയിൽ കാണിക്കും. പക്ഷെ അതിന് ശേഷം നിങ്ങൾ അൺലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പച്ച ടിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും പോകൂല, അവിടെ തന്നെ കിടക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഇപ്പോൾ നിങ്ങൾ അക്കൗണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു അക്കൗണ്ട് വേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്ന ഒരു സമയത്ത് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു വിലക്ക് ആ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഒരിക്കലും കൊടുക്കാൻ കഴിയൂല. അതല്ല എന്നുള്ള ചിലപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലോട്ട് പലപ്പോഴും നമുക്ക് വരാം. കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും വേണമെങ്കിലും അത് തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ അത് അൺലിങ്ക് ആയിരിക്കണം. അൺലിങ്ക് ആയതിൻ്റെ പ്രൂഫ് നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഒരു സെക്കൻഡ് അക്കൗണ്ട് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ കുറച്ച് നല്ല പ്ലേസിനാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി ഒരു അക്കൗണ്ട് നിങ്ങൾ തയ്യാറാക്കി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ ഒരു അക്കൗണ്ട് ഗൂഗിൾ പ്ലേ ഗെയിംസുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്യരുത്. നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാം എപ്പോഴെന്നറിയോ, നിങ്ങളുടെ അക്കൗണ്ട് ഒരിക്കലും വേറെ ആർക്കും കൊടുക്കാൻ പോകുന്നതിന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഗൂഗിൾ പ്ലേ ഗെയിംസായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒറ്റ കളിക്കിൽ വേണമെങ്കിൽ ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാം. ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ആ മേഖലയിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം. ഇപ്പം എങ്ങനെ നിങ്ങളിപ്പോൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എങ്ങനെ അൺലിങ്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അൺലിങ്ക് ചെയ്തതിന് അപ്പുറത്ത് ഞാൻ പറയാൻ പോകുന്ന സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഇവിടെ ഇനി വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പച്ചട്ടിക്ക് പോകാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ലിങ്ക് ചെയ്തു അൺലിങ്ക് ചെയ്തെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് നമ്മൾ എന്ത് ചെയ്യുക, കൈമാറുക എന്നുള്ളതാണ്. അപ്പോൾ നോർമലി ഇങ്ങനെ വരുന്ന ഒരു സമയത്ത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളത്. പക്ഷേ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന ഒരു സമയത്തും അതിനും ഒരു രീതി ഉണ്ട്. അതിപ്പോൾ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അതിനൊപ്പം തന്നെ ഇങ്ങനെ അൺലിങ്ക് ചെയ്യുന്നുള്ളൊരു പ്രോസസ്സും ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഫോണിലോ അല്ല വേറെ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു സ്ക്രീൻ റെക്കോർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തയ്യാറാക്കി വെക്കുക. ആ ഒരു സ്ക്രീൻ റെക്കോർഡ് നേരെ ഓപ്പൺ ചെയ്യുക, നേരെ റെക്കോർഡിങ് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നേരെ നമ്മൾ ഈ ഫുട്ബോളോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കയറുക. അങ്ങനെ കയറുന്ന ഒരു സമയത്ത് നേരെ നമ്മൾ ആ ഒരു സൈഡ് കിടക്കുന്ന ഭാഗം പോയിട്ട് നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്ഫറിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, അങ്ങോട്ട് കയറാം. അവിടെ കയറിയിട്ട് നിങ്ങൾ ഗൂഗിൾ പ്ലേ ഗെയിംസായിട്ട് നേരെ നിങ്ങൾ എന്ത് ഇപ്പോൾ ലിങ്ക്ഡ് ആയിരിക്കുമല്ലോ, അത് നേരെ ഒരു ജസ്റ്റ് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുക, അത്ര മാത്രം ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നേരെ നമ്മൾ വീണ്ടും ഗെയിമിലോട്ട് കയറുക. അതിനുശേഷം നിങ്ങളുടെ സ്ക്വാഡ് ഉണ്ടാവുമല്ലോ, ആ ഒരു സ്ക്വാഡ് ഫസ്റ്റ് നിങ്ങൾ കാണിക്കുക. കാരണം നമ്മളത് കൊടുക്കുന്ന ഒരു സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ സ്ക്വാഡിൽ മാത്രമേ നമ്മൾ കാണിക്കുള്ളൂ. അപ്പോൾ ആ ഒരു സ്ക്വാഡ് നമ്മൾ നിർബന്ധമായിട്ട് അവിടെ കാണിച്ചിരിക്കണം. അത് നിങ്ങളുടെ അക്കൗണ്ടിനാണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ആ റെക്കോർഡുള്ളത്. ഓക്കെ, അതിനുശേഷം നേരെ നമ്മൾ പുറത്ത് ഹോമിലോട്ട് വരിക. നമ്മളെ ഗൂഗിൾ പ്ലേ ഗെയിംസിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. നേരെ ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. നമ്മൾ പ്രൊഫൈൽ ഉണ്ടാവും, ആ പ്രൊഫൈലിലോട്ട് പോകുക. നമ്മളെ സെറ്റിങ്സും ഉണ്ടാവും. സെറ്റിങ്സിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു നമ്മൾ ലിങ്ക് ചെയ്ത ഡാറ്റ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടാവും. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ സ്ക്രീൻ റെക്കോർഡിങ്ങിലായിരിക്കണം, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും വേണം. നേരെ ആ ഒരു അവിടെ എടുത്തതിന് ശേഷം ആ ഒരു മുകളിൽ കാണും പെർമനൻ്റ്ലി ലിങ്ക് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് നിങ്ങളിപ്പോൾ ഈ ഒരു ഗൂഗിൾ പ്ലേ ഗെയിംസുമായിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ഗെയിം കളിക്കുന്നുണ്ട് വെച്ചാൽ അതൊക്കെ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും എല്ലാതും കളയണം. ഒരിക്കലും ഈ ഫുട്ബോൾ ഒറ്റക്കായിട്ട് കളയാൻ നിൽക്കരുത്. പക്ഷെ അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. അത് അറിയുന്നവർക്ക് ഒരു ഐഡിയ എന്തായാലും ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മുകളിൽ കാണുന്ന പെർമനൻ്റ്ലി ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാതിൻ്റെയും ലിങ്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കളഞ്ഞു എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ നിങ്ങളെ ഡാറ്റ അൺലിങ്ക് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നേരെ തിരിച്ച് നമ്മൾ ഈ ഫുട്ബോളിലോട്ട് കയറുക. അവിടെ കയറി ഡയറക്റ്റ് ട്രാൻസ്ഫറിൻ്റെ ഭാഗത്തോട്ട് കയറിയിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ ഒരു ഗൂഗിൾ പ്ലേ ഗെയിംസ് വഴി ഡയറക്റ്റ് ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കനോട്ട് ട്രാൻസ്ഫർ ഡാറ്റ എന്ന് പറഞ്ഞ് കാണിക്കും. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് അവിടെ അൺലിങ്ക് ആയിട്ടുണ്ട് എന്നർത്ഥം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നുകൂടി കയറിയിട്ട് നിങ്ങൾ സ്ക്വാഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുക, ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് അൺലിങ്ക് ചെയ്യേണ്ടത്. പിന്നെ ആ ഒരു റെക്കോർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കും വേണം. നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ വരുന്ന ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് എടുത്ത് കൊടുക്കാൻ വേണ്ടി എൻ്റെ ഫുൾ സെറ്റിൽഡ് ആണ്, ഒരു കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സ്ക്രീൻ റെക്കോർഡ് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. നിങ്ങൾ ആരൊക്കെ കൊടുക്കണമെന്ന് വെച്ചാൽ അവർക്ക് പ്രൂഫ് നിങ്ങൾ എന്ത് ചെയ്യുക, അയച്ചും കാര്യങ്ങളും കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി എടുക്കുക എനിക്ക് തന്നെ പറഞ്ഞു വെക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗൂഗിൾ പ്ലേ അൺലിങ്ക് ചെയ്യേണ്ട ഫുള്ളായിട്ട് പ്രോസസ്സ് ഇത് മുമ്പേ ചെയ്തതായിരുന്നു. പിന്നെ നമുക്ക് കളയേണ്ടി വന്നു. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ഫ്രണ്ട്സിന് നിങ്ങൾ വേഗം അയച്ചു കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, ബൈ.